ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ PLC പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PLC ആദ്യമായിട്ട് ഒരു PLC പ്രോഗ്രാം PLC വയർ ചെയ്ത് PLC പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് PLC പ്രോഗ്രാം നമ്മൾ PLCയിലോട്ട് ഡൗൺലോഡ് ചെയ്ത് അത് റൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് PLC പ്രോഗ്രാമാക്കുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വയറിംഗ് ആദ്യം എങ്ങനെ ചെയ്തത് എന്ന് നോക്കാം. SMPSന്റെ 24 വോൾട്ട് DC ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ PLCയുടെ ഇൻപുട്ടിലേക്ക് PLCയുടെ സപ്ലൈയിലേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ PLCയുടെ നമ്മൾ 4 സ്വിച്ചുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 സ്വിച്ചുള്ള ഒരു സിസ്റ്റം, അതിൽ 2 ബൾബും 4 സ്വിച്ചുള്ള ഒരു സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്വിച്ച് ഒരുമിച്ച് ഓൺ ആക്കുമ്പോൾ ഒന്നാമത്തെ ഒരു ബൾബ് കത്തും. പിന്നെ ഇതിൽ 2 ബൾബ് ഉണ്ട്, 2 ബൾബും 4 സ്വിച്ചുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്വിച്ച് ഒരുമിച്ച് ഓൺ ആക്കുമ്പോൾ ഒന്നാമത്തെ ബൾബ് കത്തുകയും മൂന്നാമത്തെയോ നാലാമത്തെയോ സ്വിച്ച് ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കുമ്പോഴും അടുത്ത രണ്ടാമത്തെ ബൾബ് കത്തുകയും ചെയ്യുന്ന ഒരു PLC പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒന്നാമത്തെ സെലക്ടർ സ്വിച്ചിന്റെ വയറിംഗ് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ സെലക്ടർ സ്വിച്ചിലേക്ക് നമ്മൾ ആദ്യം അതിന്റെ ഒരു ടെർമിനലിലേക്ക് 24 വോൾട്ട് PLCയുടെ SMPSന്റെ 24 വോൾട്ട് എടുത്തിട്ട് നമ്മൾ അതേപോലെ രണ്ടാമത്തെ സെലക്ടർ സ്വിച്ചിലേക്കും നമ്മൾ 24 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പുഷ് ബട്ടണിലേക്കും നമ്മൾ 24 വോൾട്ട് DC കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ പുഷ് ബട്ടണിലേക്കും 24 വോൾട്ട് DC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ടഡ് സ്വിച്ചിന്റെ രണ്ടാമത്തെ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ PLCയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. PLCയുടെ ഒന്നാമത്തെ ഇൻപുട്ട് ആയിട്ടുള്ള X0യിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ X0യിലേക്ക് ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ചിൽ നിന്നും നമ്മൾ X0യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ സെലക്ടഡ് സ്വിച്ചിൽ നിന്നും X1ലേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻപുട്ട് ആയിട്ടുള്ള X1ലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്ത പുഷ് ബട്ടണിൽ നിന്നും നമ്മൾ മൂന്നാമത്തെ X2 എന്ന് പറയുന്ന PLCയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാലാമത്തെ സ്വിച്ച് ആയിട്ടുള്ള പുഷ് ബട്ടണിൽ നിന്നും നമ്മൾ X3 എന്ന് പറയുന്ന നാലാമത്തെ PLCയുടെ ഇൻപുട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ SMPSന്റെ 24 വോൾട്ട് എടുത്തിട്ട് നമ്മൾ റിലേയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ടെർമിനൽ രണ്ടും ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസിറ്റീവ് 2 ടെർമിനലിലേക്ക് SMPSന്റെ 24 വോൾട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നാമത്തെ PLCയുടെ ഒന്നാമത്തെ ഔട്ട്പുട്ട് ആയിട്ടുള്ള Y1 എടുത്തിട്ട് നമ്മൾ റിലേയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. റിലേയുടെ ഒന്നാമത്തെ റിലേയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റിലേയുടെ കോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് 24 വോൾട്ടിന്റെ കോയിലാണ്. അതേപോലെ രണ്ടാമത്തെ PLCയുടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് ആയിട്ടുള്ള Y1 എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ റിലേയുടെ കോയിലേക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ റിലേയുടെ കോയിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റിലേയുടെ ഇവിടെ അതിന്റെ നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. PLCയിൽ നിന്നും അതിന്റെ നെഗറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ റിലേ ബൾബ് 230യുടെ ബൾബ് ആയതിനാൽ നമ്മൾ 230 വോൾട്ട് നമ്മളെ MCBയിൽ നിന്നും 230 വോൾട്ട് നമ്മൾ റിലേയിലെ കോമണിലേക്ക് കൊടുത്തിട്ട് റിലേയുടെ കോമണിൽ NOയിൽ നിന്നും ഒരു ബൾബിലേക്കും മറ്റേ രണ്ടാമത്തെ റിലേയുടെ NOയിൽ നിന്നും അടുത്ത ബൾബിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ബൾബിന്റെ ന്യൂട്രൽ എടുത്തിട്ട് നമ്മൾ സപ്ലൈ വോൾട്ടേജിന്റെ ന്യൂട്രലിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിംഗ് സൈഡ് നോക്കാം. അതിനായി പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് WPL സോഫ്റ്റ് ഇവിടുന്ന് ഡെസ്ക്ടോപ്പിൽ നിന്നും WPL സോഫ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൽ ഫയൽ എടുത്തിട്ട് ഫയലിൽ
ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊരു ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. അതേപോലെ പി എൽ സി ചോദിക്കുന്നുണ്ട്. PLC ഇത് ഏതാണ്, PLC ഏതാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ PLCയുടെ സീരീസ് നമ്മുടെ അടുത്തുള്ളത് EVP14 SS2 ആണ്. SS2 മോഡൽ PLC ആണ്. അപ്പൊ ആ SS2 മോഡൽ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. EVP14 SS2 ആയതിനാൽ നമ്മൾ ഇതിന്റെ SS2 എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് SS2 സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊരു ടെസ്റ്റ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ടെസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി ഫയൽ നെയിം കൊടുത്തിട്ട് അത് ഓക്കെ കൊടുക്കുക. ഇനി നമ്മളുടെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ചും ഒന്നാമത്തെയും രണ്ടാമത്തെയും സെലക്ടഡ് സ്വിച്ച് ഒരുമിച്ച് ഓൺ ആക്കുമ്പോൾ ഒന്നാമത്തെ ബൾബ് കത്തണം. അപ്പോൾ ആ PLCയുടെ ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ കൊടുത്തിട്ടുള്ള ബൾബ് കത്തണം. അതേപോലെ രണ്ടാമത്തെയും ഒന്നാമത്തെ പുഷ് ബട്ടൺ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ പുഷ് ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കിയാൽ കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ ബൾബ് കത്തണം. അപ്പൊ രണ്ടാമത്തെ ബൾബ് കത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് അതിന്റെ നമുക്ക് വേണ്ടത് 4 ഇൻപുട്ട് വേണം. അപ്പൊ 4 ഇൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് പുഷ് ബട്ടന്റെ NO കോണ്ടാക്ട് എടുക്കുക. NO കോണ്ടാക്ട് എടുത്തിട്ട് X0 അത് ഇവിടെ വരും. അതിന്റെ പോപ്പപ്പ് ചെയ്തിട്ട് അതിന്റെ ഡിവൈസ് നെയിം X0. ഡിവൈസ് നെയിം പറഞ്ഞാൽ അത് ഇൻപുട്ട് ആണോ അല്ലെങ്കിൽ മെമ്മറി ബിറ്റ് ആണോ ടൈമർ ആണോ കൗണ്ടർ ആണോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അത് ഇൻപുട്ട് X എന്ന് പറഞ്ഞാൽ ആണ് ഇതിന്റെ ഇൻപുട്ട്. ഇതിന്റെ X എന്ന് കൊടുത്തിട്ട് ഡിവൈസ് നമ്പർ 0 എന്ന് കൊടുക്കുക. 0th ഇൻപുട്ട് ആണ് നമ്മൾ 0th അല്ല, മീൻസ് ഫസ്റ്റ് ഇൻപുട്ട് പറഞ്ഞാൽ X0 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കുക. അതിന് നമുക്ക് സെലക്ടഡ് സ്വിച്ച് 1 എന്ന് കൊടുക്കാം. SS1 എന്ന് കൊടുക്കാം. സെലക്ടഡ് സ്വിച്ച് 1 എന്ന് കൊടുക്കാം. അതിന്റെ കമാൻഡ് ആയിട്ട് നമുക്ക് SS1 എന്ന് കൊടുക്കാം. അത് കൊടുത്തിട്ട് അടുത്ത സെലക്ടഡ് സ്വിച്ച് സെലക്ട് ചെയ്യുക. അടുത്ത NO കോണ്ടാക്ട് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഡിവൈസ് നെയിം X എന്ന് ഇൻപുട്ട് തന്നെ ആയതുകൊണ്ട് ഫിസിക്കൽ ഇൻപുട്ട് തന്നെ ആയതുകൊണ്ട് അത് X എന്ന് തന്നെ കൊടുത്തിട്ട് ഡിവൈസ് നമ്പർ കൊടുക്കുന്നത് X1 എന്ന് കൊടുക്കുക. നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് X1 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ ഈ സെലക്ടഡ് സ്വിച്ചിൽ നിന്നും രണ്ടാമത്തെ ഇൻപുട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് നമുക്ക് കമന്റ് കൊടുക്കുന്നത് SS2 സെലക്ടഡ് സ്വിച്ച് 2 എന്നും കൊടുക്കുക. സെലക്ടഡ് സ്വിച്ച് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് വേണം. ആ ബൾബിന്റെ ഔട്ട്പുട്ടാണ് വേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് കോയിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഔട്ട്പുട്ട് കോയിൽ എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ പോപ്പപ്പ് ചെയ്ത് വരുന്നതിൽ ഡിവൈസ് നെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കോയിലാണ് വേണ്ടത്. അപ്പൊ ഔട്ട്പുട്ട് കോയിൽ Y എന്നുള്ള ആണ് ഔട്ട്പുട്ട് കോയിലിന്റെ നെയിം കൊടുക്കുന്നത്, അഡ്രസ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കോയിൽ Y ഡിവൈസ് നമ്പർ ചോദിക്കുന്നത് 0 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ബൾബ് ഇപ്പം ആംബർ കളറുള്ള ബൾബാണ് അത് ഉള്ളതുകൊണ്ട് ആംബർ ലൈറ്റ് എന്ന് കൊടുക്കുക. കമന്റിൽ ആംബർ ലൈറ്റ് എന്ന് കൊടുക്കുക. ഇനി ഓക്കെ കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. എക്സ്പാൻഡ് ചെയ്ത് ആംബർ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഒന്നാമത്തെ റങ് എഴുതി കഴിഞ്ഞു. ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ച് 1 അല്ലെങ്കിൽ സെലക്ടഡ് സ്വിച്ച് 1 സെലക്ടഡ് സ്വിച്ച് 2 ഒരുമിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആംബർ ലൈറ്റ് കത്തണം എന്നുള്ള പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത റങ്ങില് നമ്മൾ പുഷ് ബട്ടൺ ഏതെങ്കിലും ഒരു പുഷ് ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ വേണമെന്നുള്ളത് കൊണ്ട് ഗ്രീൻ ലൈറ്റ് ഓൺ ആവണമെന്നുള്ളത് കൊണ്ട് അതിന്റെ
ഒന്നാമത്തെ പുഷ് ബട്ടൺ ഇൻപുട്ട് ടൈപ്പ് ഡിവൈസ് നെയിം എക്സ് എന്ന് തന്നെ കൊടുക്കുക. ഡിവൈസ് നെയിം എക്സ് എന്ന് കൊടുത്തിട്ട് ഡിവൈസ് നമ്പർ X2 എന്ന് കൊടുക്കുക. ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് X2 എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുഷ് ബട്ടൺ 1 എന്ന് കൊടുക്കുക. പുഷ് ബട്ടൺ 1 എന്നുള്ളതിന് PB1 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. PB1 എന്ന് കൊടുത്തിട്ട് അത് ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത പുഷ് ബട്ടൺ ഇതിന് പാരലൽ ആയിട്ടാണ് വേണ്ടത്. കാരണം ഏതെങ്കിലും ഒന്ന് ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു രണ്ട് സ്വിച്ചിലും ഏതെങ്കിലും ഒരു പുഷ് ബട്ടൺ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തണം. അപ്പൊ അതിന് പാരലൽ ആയിട്ട് കൊടുക്കുന്നതിന് ഒരു ഇൻപുട്ട് ഡിവൈസ് നെയിം എന്നുള്ളതിന് എക്സ് എന്ന് തന്നെ കൊടുക്കുക. ഡിവൈസ് നമ്പർ എന്നുള്ളത് നമ്മൾ X3 എന്ന് കൊടുക്കുക. നമ്മൾ നാലാമത്തെ ഇൻപുട്ടിലേക്കാണ് ഈ പുഷ് ബട്ടൺ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം X3 എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ, ഇവിടെ പുഷ് ബട്ടൺ 2 എന്ന് കൊടുക്കുക. അതിന്റെ കമന്റിൽ നമുക്ക് പുഷ് ബട്ടൺ 2 എന്ന് കൊടുക്കാം. പുഷ് ബട്ടൺ 2 എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇത് രണ്ടും കണക്ട് ചെയ്യണം. ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വെർട്ടിക്കൽ ലൈൻ എന്നുള്ളത് ഇവിടെ വെർട്ടിക്കൽ ലൈൻ ഇത് കണ്ടോ, ഇവിടെ വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ളതുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനിൽ ഇവിടെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ വെർട്ടിക്കൽ ലൈൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വന്നു. ഇവിടെ ഇപ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വന്നു. ഇനി ഇവിടെ അടുത്ത ഔട്ട്പുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ആ ഗ്രീൻ ലൈറ്റിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഗ്രീൻ ലൈറ്റിന്റെ ഔട്ട്പുട്ട് Y1 എന്നുള്ള ഔട്ട്പുട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കോയിൽ കൊടുക്കണം. ഇവിടെ ഔട്ട്പുട്ട് കോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ നിന്നും ഔട്ട്പുട്ട് കോയിൽ സെലക്ട് ചെയ്യുക. ഔട്ട്പുട്ട് കോയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് നെയിം ചോദിക്കും Y എന്നുള്ളത്. ഡിവൈസ് നമ്പർ ചോദിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, Y1 എന്ന് കൊടുക്കുക. Y1 രണ്ടാമത്തെ ഇൻപുട്ട്, അതായത് Y1 എന്നുള്ള രണ്ടാമത്തെ ഔട്ട്പുട്ട് Y1 എന്നുള്ള ഔട്ട്പുട്ടിലാണ് നമുക്ക് ആംബർ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇനി അതിന് കമന്റ് ആയിട്ട് നമുക്ക് ഗ്രീൻ ലൈറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഗ്രീൻ ലൈറ്റ് എന്ന് കൊടുത്തു. ഇനി ഈ പ്രോഗ്രാം നമുക്ക് കമ്പൈൽ ചെയ്യണം. ആദ്യം കമ്പൈൽ ചെയ്തിട്ട് ഇതിന്റെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിന്നുള്ള പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കോഡ് എന്നുള്ള ലാഡർ ടു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വരും. ഇവിടെ കണ്ടോ, കമ്പൈലിംഗ് ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ പ്രോഗ്രാമിൽ പ്രശ്നമൊന്നുമില്ല, പ്രോഗ്രാം ഓക്കെ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം PLC-ലോട്ട് ഡൗൺലോഡ് ചെയ്യണം. പ്രോഗ്രാം PLC-ലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഓപ്ഷൻ എടുത്തിട്ട് ഓപ്ഷനിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ്സ് എന്ന് കാണാം. ഈ കമ്മ്യൂണിക്കേഷൻ സെറ്റിംഗ്സ് എടുത്തിട്ട് ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന കേബിൾ RS-232 ടൈപ്പ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ സെറ്റപ്പിൽ RS-232 എന്ന് കൊടുക്കുക. ഇവിടെ RS-232 അല്ലാതെ ഇത്തർനെറ്റ് ഉണ്ടാവും, ഡയറക്റ്റ് ലിങ്ക്, USB ഒക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, RS-232 തന്നെയാണ് വന്നത്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കോം പോർട്ട് സെലക്ട് ചെയ്യണം. ഈ കോം പോർട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിലിപ്പം ഓൾറെഡി ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. കോംപോർട്ട് സെലക്ട് ചെയ്യാൻ ഒരു കോംപോർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കോംപോർട്ട് 4 എന്ന് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ കോംപോർട്ട് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്, അത് എങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് കോംപോർട്ട് എന്ന് നോക്കാൻ നമ്മളിവിടെ ഡിവൈസ് മാനേജറിൽ പോവുക. ഡിവൈസ് മാനേജറിൽ പോയിട്ട് ഇവിടെ ഈ പോർട്ട് എന്നുള്ള ഡിവൈസ് മാനേജറിൽ ഇവിടെ പോർട്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം പ്രൊലിഫിക് USB ടു സീരിയൽ കോം പോർട്ട് COM4 എന്നിവിടെ കാണുന്നുണ്ട്. ഈ കോംപോർട്ട് 4 ആണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഈ COM4 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അത്, അല്ലെങ്കിൽ ആ കോംപോർട്ട് കറക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടൂല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇത് കറക്റ്റ് ഇപ്പോൾ ഈ പുതിയ സോഫ്റ്റ്വെയറിലായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അത് സെലക്ട് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനുണ്ടാവും ഏതാണ് എന്നുള്ളത്, ഇവിടെ സെലക്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക,
ഇവിടെ ഇതൊക്കെ ഈ ഡാറ്റ ലെങ്ത്തും പാരിറ്റി ഷോപ്പ് വിറ്റ് ബോട്ട് റേറ്റ് ഇതൊക്കെ അതുപോലെ തന്നെ അതേപോലെ എന്താണോ ഇൻബിൽട്ട് ആയിട്ടുള്ളത് അത് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഇപ്പൊ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രോഗ്രാം അതിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. പ്രോഗ്രാം അതിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതില് ലോഡ് ടു റൈറ്റ് ടു PLC എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ടു PLC എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ടു PLC എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ സെറ്റപ്പിന്റെ ഇതിന്റെ ഒരു ഓപ്ഷൻ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്ത് വരും. അതിൽ നിന്ന് നമ്മൾ PC ടു PLC എന്നുള്ള PC-യിൽ നിന്ന് ഈ ആരോ PLC-യിലേക്ക് കാണിക്കുന്ന ഈ ആരോ ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇപ്പോ അത് ഡൗൺലോഡ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോ ഇത് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ടൈം ഇങ്ങനെ എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോ PLC ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. PLC ഓൺ ആക്കിയിട്ട് ഇത് ഡിസ്കണക്ട് കൊടുത്തിട്ട് PLC ഓൺ ആക്കിയിട്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. PLC ഓൺ ആക്കിയിട്ട് ഇപ്പൊ PLC ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ റൈറ്റ് ടു PLC എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, അത് കൊടുത്തു. അപ്പോ ഓക്കെ, ഇപ്പൊ PLC-യിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. പ്രോഗ്രാം PLC-യിലോട്ട് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓൺലൈൻ മോഡ് എന്ന് പറഞ്ഞ ഇതിൽ സെലക്ട് ചെയ്യണം. ഈ ഓൺലൈൻ മോഡ് എന്ന് പറയുന്ന ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇവിടെ അതിന്റെ സ്റ്റാറ്റസ് കാണിക്കും. ഇവിടെ കണ്ടോ PLC സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ PLC സ്റ്റോപ്പ് മോഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് PLC റൺ മോഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് PLC റൺ മോഡിലേക്ക് ഇടാം. ഇവിടുന്ന് PLC റൺ മോഡിലേക്ക് ഇടാം. ഇവിടുന്ന് PLC റൺ മോഡിലേക്ക് ഇട്ട് ഇവിടുന്ന് PLC റൺ മോഡിലേക്ക് ഇടാൻ ഈ റൺ ബട്ടൺ കൊടുക്കുക. റൺ ബട്ടൺ. ഇനി നമുക്ക് ഇപ്പൊ PLC സ്റ്റോപ്പ് മോഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് PLC റൺ മോഡിലേക്ക് ഇടണം. റൺ മോഡിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് PLC റൺ മോഡിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് റൺ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് റൺ എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിന്റെ കൺഫർമേഷൻ ചോദിക്കും. അത് യെസ് കൊടുക്കുക. യെസ് കൊടുത്ത് ഇപ്പൊ PLC റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓൺലൈൻ മോഡ് ഇപ്പൊ ഇനി നമുക്ക് ഇത് ഇവിടെ ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ ഇവിടെ PLC-യുടെ ഇൻപുട്ട് ഈ സ്വിച്ച് ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. PLC-യുടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി അവിടെ ഇപ്പൊ ഞാൻ ഒന്നാമത്തെ പുഷ് ബട്ടൺ ഓൺ ആക്കുന്നുണ്ട്. ഒന്നാമത്തെ പുഷ് ബട്ടൺ അല്ല, സോറി, ഒന്നാമത്തെ സെലക്ടർ സ്വിച്ച് ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെലക്ടർ സ്വിച്ചും ഞാൻ ഓൺ ആക്കുകയാണ്. രണ്ടാമത്തെ സെലക്ടർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ആ ലൈറ്റ് ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓൺ ആയതായിട്ട് കാണാം. രണ്ടാമത്തെ സെലക്ടർ സ്വിച്ച് ഓൺ ആക്കി വെക്കുമ്പോൾ ഔട്ട്പുട്ട് ഓൺ ആയതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ നമുക്ക് PLC-യുടെ ഹാർഡ്വെയറിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് PLC പ്രോഗ്രാമിലൂടെ നമുക്ക് ഓൺലൈൻ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് റിയൽ PLC-യിൽ അത് എങ്ങനെ ഉള്ളതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഒന്നുകൂടി നമുക്ക് അതിന്റെ റിയൽ വീഡിയോ ഒന്ന് നോക്കിയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ച് ഞാൻ ഓൺ ആക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സെലക്ടഡ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ PLC-യിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒന്നാമത്തെ ലൈറ്റ് റെഡ് കത്തിയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒന്നാമത്തെ ലൈറ്റ് റെഡ് കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സെലക്ടഡ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ രണ്ടാമത്തെ സെലക്ടഡ് സ്വിച്ച് ഞാൻ ഓൺ ആക്കുമ്പോൾ ബൾബ് കത്തിയിട്ടുണ്ട്, ആംബർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ സെലക്ടഡ് സ്വിച്ച് ഞാൻ ഓൺ ആക്കുമ്പോൾ ആംബർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അത് ഓഫ് ആക്കിയപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഇത് ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഗ്രീൻ ലൈറ്റ് കത്തും. ഏതെങ്കിലും ഒരു
പുഷ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഗ്രീൻ ലൈറ്റ് കത്തും. ഞാനിപ്പോൾ ഇവിടെ ഈ പുഷ് ബട്ടൺ ഓൺ ആക്കുകയാണ്. ഈ പുഷ് ബട്ടൺ ഓൺ ആക്കിയപ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തി. ഇനി അടുത്ത ഈ പുഷ് ബട്ടൺ ഓൺ ആക്കുമ്പോഴും ആ ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു പുഷ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഗ്രീൻ ലൈറ്റ് കത്തും. 2 പുഷ് ബട്ടൺ ഒരുമിച്ച് ഓൺ ആക്കി കഴിഞ്ഞാലും ഗ്രീൻ ലൈറ്റ് കത്തും. അപ്പോൾ ഈ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷന്റെ പ്രോഗ്രാം ഇപ്പം നമ്മൾ വയർ ചെയ്ത് PLC യിൽ പ്രോഗ്രാം ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മളിപ്പോൾ അത് റൺ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ ഇനി ഇതേ PLC പ്രോഗ്രാം തന്നെ നമുക്ക് സിമുലേഷൻ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സിമുലേഷൻ ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ PLC ഓഫ് ആക്കി വെക്കാം. ഓക്കെ, PLC ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സിമുലേഷൻ മോഡിൽ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കമ്പൈൽ കൊടുത്തു. ഓക്കെ, കമ്പൈലിംഗ് ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സിമുലേഷൻ മോഡ് ഓൺ ആക്കണം. സിമുലേഷൻ മോഡ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിമുലേറ്റർ എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമുലേഷൻ ഇപ്പോൾ ഓക്കെ, ഇതിന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അലോ ആക്സസ് കൊടുത്താൽ മതി. ഓക്കെ, അലോ ആക്സസ് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഓൺലൈൻ മോഡിലോട്ട് പോകണം. ഓൺലൈൻ മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓൺലൈൻ എന്ന് the program is not connected with PLC. Do you want to download the opened program to PLC? അത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല PLC-ലോട്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു PLC സിമുലേറ്റർ മോഡിൽ റൈറ്റ് ടു PLC എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, റൈറ്റ് ടു PLC കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ PLC പ്രോഗ്രാം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ ഓൺലൈൻ മോഡിൽ പോയിട്ട് ഓൺലൈൻ മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈൻ മോഡിൽ പോവുക. ഇപ്പോൾ PLC സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇനി PLC റൺ മോഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ PLC-യുടെ റൺ ബട്ടൺ പ്രസ് ചെയ്യുക. റൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൺഫർമേഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ PLC റൺ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഇവിടുന്ന് നേരത്തെ നമ്മൾ റിയൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ സിമുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് സെറ്റ് ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓൺ ആയി. അതായത് PLC നമ്മളിത് ഹാർഡ്വെയർ റിയൽ PLC ഇല്ല, പിന്നെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് നമ്മൾ സിമുലേഷൻ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ സിമുലേഷൻ മോഡിൽ നമ്മൾ ഇവിടെ ഒന്നാമത്തെ സ്വിച്ച് നമ്മൾ ഓണാക്കി, സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓണാക്കി. ഇനി രണ്ടാമത്തെ സ്വിച്ചും അതുപോലെ സോഫ്റ്റ്വെയറിൽ ഓണാക്കി. അപ്പോൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ തന്നെ 2 സ്വിച്ച് ഓൺ ആയപ്പോൾ ഇവിടെ ആംബർ ലൈറ്റ് എന്നുള്ള പറഞ്ഞ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്ത പുഷ് ബട്ടൺ കൊടുത്തിരുന്ന അതും നമുക്ക് ഇതുപോലെ ഓൺ ആക്കി നോക്കാവുന്നതാണ്. ഇനി സെറ്റ് ഓൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബട്ടൺ ഓൺ ആകുമ്പോൾ തന്നെ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തും ഗ്രീൻ ലൈറ്റിന്റെ ഔട്ട്പുട്ട് കത്തും എന്നുള്ളത് കൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട് മീൻസ് അതിന്റെ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സിമുലേഷൻ മോഡിൽ ഇത് വർക്ക് ചെയ്ത് നോക്കല്. ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷനും സിമുലേഷൻ മോഡിൽ തന്നെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ സിമുലേഷൻ മോഡിൽ ഒന്നുകൂടി പ്രോഗ്രാം എടുത്ത് ചെയ്ത് നോക്കുക. PLC ഉള്ളവർ PLC വയറിംഗ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക, അല്ലാത്തവർ സിമുലേഷൻ മോഡിൽ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.